പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവ ഐശ്വര്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറച്ചു മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത എന്ന് പറയുന്നത് തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്നവൻ. തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്നവൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ജീവിതത്തിൽ സകലതും പരാജയപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം പറയുന്നു, കർത്താവ് തക്ക സമയത്ത് എല്ലാം ഭംഗിയായി നിറവേറ്റി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം. അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ നാം ഗ്രഹിക്കാതെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ നമുക്ക് ദൈവം നൽകിത്തന്ന നല്ല അനുഭവങ്ങളെയും നല്ല വിടുതലുകളെയും നാം മറന്ന് ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാം മറന്ന് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് തരും. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്താണോ അത് ദൈവാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ദൈവാത്മാവ് അതിനെ നിറവേറ്റി തരുവാനിടയായിത്തീരും. പലപ്പോഴും നാം നമ്മുടെ വിഷയങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ നാം തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല, ഒന്നും പ്രവർത്തിക്കാനും കഴിയത്തില്ല. എന്നാൽ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നാം മനസ്സൊരുക്കമുള്ളവരാകുന്നു എങ്കിൽ നമ്മുടെ വിഷയത്തിന് ദൈവം തക്ക സമയത്ത് തന്നെ അതതിൻ്റെ സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചിട്ടും വിഷയങ്ങൾക്കൊന്നും പരിഹാരമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ സമയമാകുമ്പോൾ നിശ്ചയമായും ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പാകത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തത്, നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത് ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. വിഷയങ്ങൾക്ക് ദൈവ വിടുതൽ തരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് തക്ക സമയത്ത് തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. മറ്റൊരു വാക്ക് കൂടെ ഞാൻ വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 37-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അപ്പം നമ്മുടെ വഴികളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും മാത്രമല്ല
കർത്താവിൽ തന്നെ ഒന്ന് ആശ്രയിക്കുകയും ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, ആമേ, നിന്റെ വിഷയങ്ങളെ, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കാം. നാം ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ടാവും. ആമേ, സമയമാകുമ്പോൾ അത് പ്രവർത്തിക്കും, താമസിക്കയില്ല എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഭാരത്തോടെ ഇരിക്കുന്ന, വേദനയോടെ ഇരിക്കുന്ന, കണ്ണുനീരോടെ ഇരിക്കുന്ന, പ്രയാസത്തോടെ ഇരിക്കുന്ന, നാളുകളായി വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രികാല ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, നമ്മുടെ വിഷയങ്ങളെ, ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ വഴിയിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. യഹോവയെ തന്നെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. കർത്താവിൽ തന്നെ ഒന്ന് ആശ്രയം വയ്ക്കാൻ തയ്യാറാകുന്നു എങ്കിൽ വിഷയത്തിന് പരിഹാരവുമായി സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ കടന്നു വരും. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.